അപ്പോൾ ഈ രക്ഷിതാക്കളുടെ പരാതി കേൾക്കാൻ ഇവിടെ ആളില്ല. വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പല വഴിക്കാണ് പോയത്, എവിടെയും എത്താതെ പോയി. അപ്പോൾ ആ പരാതികൾക്ക് നാഥനില്ല. മാനേജ്മെൻറ്റുകൾക്ക് മാത്രമാണ് ജീവന് ഭീഷണി, സ്വത്തിന് ഭീഷണി, നടത്തിപ്പിന് ഭീഷണി. അവരുടെ ഭാഗം ആദ്യം കേൾക്കാൻ എന്താ സർക്കാരും സന്നദ്ധത കാട്ടിയിരിക്കുകയാണ്. ഈ നടപടി ശരിയായോ? ശ്രീ വേണു, എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ വിഷയങ്ങളിങ്ങനെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ ഇവർ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ മറ്റക്കര ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവിടുത്തെ ചെയർമാൻ അടക്കം അവിടുത്തെ 2 അധ്യാപകരടക്കം അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെ, ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ പരാതിയുമായി പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടാകാം. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും സർക്കാരിൽ നിന്ന് ജനങ്ങൾ ഇറക്കിവിട്ട ഉമ്മൻചാണ്ടിയെ തന്നെ രക്ഷകനായി കാണുന്നു നിങ്ങൾ? അദ്ദേഹം ഇപ്പോഴും മുഖം തിരിക്കുന്ന പരാതി നിങ്ങൾക്കുള്ളപ്പോഴും അതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ആ പ്രദേശത്തിന്റെ MLA എന്ന നിലയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടത്. അതോ ടോംസിനെ സ്വാധീനിച്ച് നേരത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സവിശേഷ വൈഭവത്തിലുള്ള വിശ്വാസം കൊണ്ടോ? അതൊരിക്കലും അല്ല. നമ്മൾ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആദ്യമായിട്ട് ഞാൻ യഥാർത്ഥ കൊല്ലം ജില്ലക്കാരനാണ്. കൊട്ടാരക്കരയിൽ എൻ്റെ മകൻ വിളിച്ച് ആ കോളേജിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന അവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ബന്ധപ്പെടുന്നതും അദ്ദേഹത്തിനോട് ഈ വിഷയങ്ങൾ പറയുന്നതും. അദ്ദേഹം അതിൽ ബന്ധപ്പെടാമെന്നും പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണുകയും സമയമില്ല, നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ 8-ാം തീയതി നിങ്ങൾക്ക് അതിന് ഡേറ്റ് തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതും. ഇന്നലെ ഞങ്ങൾക്ക് അതിന് ഡേറ്റ് തന്നു. ഞങ്ങളെ വൈകിട്ട് 6 മണിയോടുകൂടി ഏതാണ്ട് 50ഓളം വിദ്യാർത്ഥികളും അതിനൊപ്പം ഏതാണ്ട് 100-125 പേരോളമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ വസതിയിലെത്തിയത്. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം വളരെ തിരക്കുള്ള മനുഷ്യനായിരിക്കാം. അദ്ദേഹം എന്തായാലും 8 മണി വരെ ഞങ്ങളെ ആ വീട്ടിലിരുന്നു. ഇതിനു വേണ്ട പരാതി പറയാൻ ചെല്ലുന്നു. ഇവിടെ ഇപ്പോൾ വീണ്ടും ഇത് തുടർക്കഥയാവുന്നു എന്ന് മാത്രമല്ല, വീണ്ടും ഓരോരുത്തരായി ഈ മരണത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഈ ജിഷ്ണു പ്രണോയ്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയെ കാണുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുക, അല്ലെങ്കിൽ ഈ സർക്കാരിനെ സമീപിക്കുക എന്ന ഒരു തോന്നൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? നിങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തില്ലായിരുന്നോ? അതിന് അനുസരിച്ചുള്ള നീക്കങ്ങൾ നിങ്ങൾ നടത്തിയിരുന്നില്ലേ? സാർ, തീർച്ചയായിട്ടും നീക്കങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങളെ ഈ ഉമ്മൻചാണ്ടി സാറിനെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പരാതി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ആ ദിവസം പിറ്റേ ദിവസം തന്നെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അടക്കം, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ അടക്കം, രജിസ്ട്രാർ അടക്കം 3 ബോഡികളിലും ഈ വിഷയം അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ വിവരങ്ങൾ വളരെ പറയുകയും അദ്ദേഹം ഈ കാര്യം അവിടെ നിന്ന് നമ്മുടെ പൂർണ്ണമായും ആ കാര്യം കേട്ടു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സുനിൽ സാർ അടക്കം ഈ കാര്യങ്ങൾ കേട്ടു. ഇതിന് അടിയന്തരമായി നിലപാടെടുക്കും, അടിയന്തരമായി ഇത് അന്വേഷിക്കുമെന്ന് പറയും. രജിസ്ട്രാറെ അന്നേരം തന്നെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഈ യുവജന കമ്മീഷൻ ചിന്താ ജെറോം അടക്കം, MD ജോസഫൈൻ അടക്കം ഏതാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാവരെയും കണ്ടു. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ TJ പൗലോസ്, ഇവിടെ ഇന്ന് ശ്രീ പൗലോസ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ അല്ലേ? ശ്രീ പൗലോസ്, കേൾക്കാമോ താങ്കൾക്ക്? അദ്ദേഹത്തിലേക്ക് വീണ്ടും വരാം. ഇപ്പോൾ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായ പ്രൊഫസർ G സഞ്ജീവും ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരാൻ. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജെയ്സി തോമസ്, പരാതിയുണ്ട്, നിങ്ങൾക്കുണ്ട്, നിങ്ങളെ ഇനി ഒരു ദിവസം കേൾക്കും. ഇവർ പരാതി പറഞ്ഞു പോയിട്ടുണ്ട്, ആ കാര്യത്തിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. നാളെ പക്ഷേ മാനേജ്മെൻറ്റുകളുമായാണ് ഔദ്യോഗിക ചർച്ച. സ്വഭാവം വ്യത്യസ്തമാണ് നാളത്തെ സർക്കാരിൻ്റെ സമീപനത്തിൽ. മാത്രമല്ല,
ഇവിടെ ഇന്ന് ഈ മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിപരമായ ചില നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഒന്ന്, മാനേജ്മെൻറ്റ് അസോസിയേഷൻ മൊത്തത്തിൽ നെഹ്റു കോളേജിൽ നിന്ന് അകലം പാലിക്കുന്നു. നാളെ നെഹ്റു കോളേജിൻ്റെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കില്ല. തന്ത്രപരമാണ് ഈ നീക്കങ്ങളൊക്കെ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നാടകങ്ങളുണ്ട് ജയ്ക്ക്. അത് മനസ്സിലായില്ല എന്ന ഒരു ശുദ്ധ മനോഗതിക്കാരനായ ആയി നിൽക്കരുത് ഈ ചർച്ചയിൽ എന്ന് മാത്രമല്ല, അവർ പറയുകയാണ് ഈ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികൾ പറയുകയാണ് ഞങ്ങൾ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭാരവാഹിത്വത്തിലേക്ക് വന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അവർ കുറ്റവാളികളല്ല. അവർ ഈ കാര്യങ്ങളെപ്പറ്റി പഠിച്ചിട്ടുമില്ല, സാവകാശം കിട്ടിയിട്ടില്ല. ഈ പറയുന്ന നെഹ്റു കോളേജിനെ സംബന്ധിച്ച് ഇന്നവർ ഒരു പടി കടന്ന് പറഞ്ഞിരിക്കുന്നതാകെ അവിടെ ദുരൂഹതയുണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതിൽ എന്നാണ്. പക്ഷേ എത്തിക്സ് കമ്മിറ്റി എല്ലാം കണ്ടുപിടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എത്തിക്സ് കമ്മിറ്റി എല്ലാ കാര്യങ്ങളും കണ്ടെത്താനായിട്ടുള്ളത്, പിന്നെ ഈ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം എല്ലാ കാര്യങ്ങളും കണ്ടെത്താനുള്ളത്, പിന്നെ അങ്ങ് നേരത്തെ വലിയ നടപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഓംബുഡ്സ്മാൻ എല്ലാം കണ്ടെത്താനുള്ളത്, വിദ്യാഭ്യാസ മന്ത്രിക്ക് ഏകോപന ചുമതലയുള്ള ഒരു ഉന്നതാധികാര സമിതി എല്ലാം കണ്ടെത്താനുള്ളത്, ഇങ്ങനെ എല്ലാം കണ്ടെത്താനുള്ള പല തലങ്ങളിലുള്ള എല്ലാ നീക്കങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ 6 ദിവസമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നും നടക്കുന്നില്ല എന്നാണ്. ആ ഒന്നും നടക്കില്ല എന്നതിൻ്റെ ഒരു ഉറപ്പ് വാങ്ങിക്കലായി നാളത്തെ യോഗം മാറുമോ എന്നതാണ് അതുകൊണ്ട് ജയ്ക്ക് സംശയം. ശ്രീ വേണു, നിങ്ങൾ സൂചിപ്പിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരും മുമ്പ് നിങ്ങൾ സംസാരിച്ച നിങ്ങളുടെ ശൈലിയിൽ തന്നെ എനിക്ക് എൻ്റേതായ ശൈലിയിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്നുള്ളത് അംഗീകരിച്ചു തരണം. അതൊന്ന് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. എല്ലാം അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശ്രീ രാജശേഖരൻ സംസാരിച്ച 1-2 കാര്യങ്ങളോട് അതിന് മറുപടി പറഞ്ഞിട്ട് ശ്രീ വേണുവിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ മതിയാവുമെന്ന് കരുതുന്നു. എനിക്കൊരു അത്ഭുതം കൂറുകയാണ്. ശ്രീ രാജശേഖരൻ എന്തുകൊണ്ടത് പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 ദിവസക്കാലം മുമ്പ് ശ്രീ രാജശേഖരനും നിങ്ങൾ പറഞ്ഞ പുതുപ്പള്ളി മണ്ഡലത്തിലെ മറ്റക്കരയിലെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മറ്റൊരു കുട്ടിയുടെ പിതാവും കൂടെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉയർത്തിപ്പിടിച്ച് വീഡിയോ ക്ലിപ്പ് എടുക്കുന്നതിന് മുമ്പിലൂടെയായിരുന്നു കോട്ടയം ജില്ലയിലെ ഏതാണ്ട് 600-ലധികം വരുന്ന SFIയുടെ പ്രവർത്തകർ മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാർച്ച് ചെയ്തത്. ആ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഷട്ടർ അടച്ച് ഈ നിങ്ങൾ പറയുന്ന ആ എഞ്ചിനീയറിംഗ് കോളേജിലെ ഏറ്റവും നരാധമനായ ചെയർമാനും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായുള്ള ശ്രീ ടോമിന് ഓടിയൊളിക്കേണ്ടതായി വന്നു. ഇന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സമാനതകളില്ലാത്ത നിലയിൽ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെ അവിടുത്തെ വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് പരാതിപ്പെടുകയാണ്. നാളെ ശ്രീ രാജശേഖരൻ അറിയുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് അറിയില്ല, അല്ലോ ബോധപൂർവ്വം മറച്ചു വെച്ചാണെന്നും അറിയില്ല. നാളെ സാങ്കേതിക സർവകലാശാലയുടെ ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ തെളിവെടുപ്പിന് വരികയാണ്. അവിടെ ഡിസ്മിസൽ വാങ്ങി അല്ലെങ്കിൽ TC വാങ്ങി അവിടെ നിന്ന് വെളിയിൽ പോയ വിദ്യാർത്ഥികളെ വരെ സാങ്കേതിക സർവകലാശാലയുടെ അധികാരികൾ നാളെ തെളിവെടുപ്പിന് മൊഴി സ്വീകരിക്കുന്നതിനുമായി വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഇവിടെ ബാക്കിയുള്ള രാഷ്ട്രീയ അലയൻസിനെ സംബന്ധിച്ച് അവിശുദ്ധ ബന്ധങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ശ്രീ വേണു പറഞ്ഞു പോകണം, നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമല്ല. മറ്റക്കരയിലെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉടമയായുള്ള ശ്രീ ടോം, ആ കോളേജിന്റെ മുമ്പത്തെ പേരെന്തായിരുന്നു? വിശ്വേശ്വരയ്യ കോളേജ് എന്നായിരുന്നു. ഈ എൻ്റെ മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന പടം ഞാനത് നാളെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്നോട് മാതൃഭൂമിയുടെ ലേഖനം തന്നെയാണ് പറഞ്ഞത് ഈ ചിത്രം ഇവിടെ കാണിക്കണമെന്ന്. സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ശ്രീ ഉമ്മൻചാണ്ടിയും മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉടമയായുള്ള ശ്രീ ടോമും പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചു ചേർത്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് നടന്നു പോകുന്ന ചിത്രമാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ചിത്രം കാണിക്കുമ്പോൾ അതൊരു സ്വാഭാവികമായ വെല്ലുവിളി കൂടിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കൂടെ നടന്നു പോകുന്ന ശ്രീ ടോമിന്റെ ചിത്രം ഒരു ഇടതുപക്ഷ നേതാവിന്റെ കൈകളിൽ ആ ടോമിന്റെ കൈ വന്നിട്ടില്ല എന്നതിന്റെ ഉറപ്പിന്റെ കൂടെ ഭാഗമാണ് ഞാൻ ഈ ചിത്രം ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ അവിശുദ്ധ ബന്ധം ആരുമായിട്ടായിരുന്നു, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നെഹ്റു കോളേജ് ഒന്നും അല്ല ശ്രീ വേണു. ടോംസ് കോളേജ് നടക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? 200-ലധികം വരുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നൈറ്റ് ഡ്രസ് ധരിച്ച് അവർ നിൽക്കുമ്പോൾ 6 മണിക്ക് ശേഷം ഈ ഉമ്മൻചാണ്ടിയുടെ ഉറ്റ സുഹൃത്ത് കൂടിയായിട്ടുള്ള ഈ ടോം എന്ന് പറയുന്ന അവിടുത്തെ ചെയർമാൻ 6 മണി മുതൽ 9 മണി വരെ ഒരു വാർഡൻ പോലും ഇല്ലാത്ത പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കാണ് കടന്നു ചെല്ലുന്നത്. 9 മണി വരെ അയാൾ ആ ഹോസ്റ്റലിലിരിക്കും. ഈ 2 പെൺകുട്ടികളെ ഓരോ ദിവസം തൻ്റെ റിസപ്ഷനിലെ ജോലികൾ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം വിളിക്കും. ഇദ്ദേഹം പത്രപേപ്പർ താഴേക്കിടും. ഇഷ്ടപ്പെടാത്ത വാർത്ത കണ്ടാൽ അത് വലിച്ചെറിയും. ഈ അവിടെ നിൽക്കുന്ന 1-ാം വർഷവും 2-ാം വർഷവും പഠിക്കുന്ന പെൺകുട്ടികളുടെ ചുമതലയാ ഇയാൾ വലിച്ചെറിയുന്ന പത്രപേപ്പറും ഷീറ്റും എടുത്ത് തിരികെ വെക്കേണ്ടത്. ആരുടെ തണലില്ല ഇദ്ദേഹം വളർന്നേ. ഇദ്ദേഹം ആരുടെ ഫണ്ട് റൈസർ ആയിരുന്നു. കോട്ടയം ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾക്കും അറിയാം ഈ ഫണ്ട് റൈസർ ആരുടെ തണലില്ല വളർന്നു വന്നത്. ഇദ്ദേഹത്തിന്റെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് പുതുപ്പള്ളി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ആൾക്കാണെന്നും അവിടുത്തെ പരസ്യമായ രഹസ്യമാ. അപ്പോൾ അങ്ങനെ വല്ലാതെ രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ സ്വാശ്രയ മാനേജ്മെന്റ് മുതലാളികൾ ആരുടെ തണലിലാണ് തടിച്ചു വീർത്തതെന്നും ആരുടെ മറുപടി ജോയ് പറയട്ടെ. പക്ഷേ അതിനു മുമ്പ് നെഹ്റു കോളേജിനോട് ബുദ്ധിപരമായി ഈ ഘട്ടത്തിൽ അകലം പാലിക്കുന്നു.
ബുദ്ധിപരമായ അസോസിയേഷൻ ഈ ഘട്ടത്തിൽ നെഹ്റു കോളേജിനോട് അകലം പാലിക്കുന്നു. നെഹ്റു കോളേജുകാരാകട്ടെ 3 കുറ്റവാളികളെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് അകലം പ്രാപിക്കുന്നു. ഇങ്ങനെ ഒരു ചങ്ങലക്കണ്ണി പോലെയാണ് രൂപപ്പെടുന്നത് നാളത്തെ ഈ സർക്കാരുമായുള്ള ചർച്ചയ്ക്കുള്ള സാഹചര്യം. ഇവിടെ അങ്ങ് ചൂണ്ടിക്കാട്ടിയ ഈ ടോംസ് കോളേജുമായി ബന്ധപ്പെട്ട് ഒരു അകലവും പാലിക്കുന്നില്ല ഈ അസോസിയേഷൻ. അവർക്ക് ഇപ്പോഴും അവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന ബോധ്യമില്ല. അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്കത് അറിയില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ എന്ന ഒരു ഉപായ ബുദ്ധിയാണ് അവർ അപ്പോൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാരുടെ ഒരു കൂട്ടായ്മയാണ് നാളെ വിളിക്കുന്നത് ചർച്ചയ്ക്ക്. മാത്രമല്ല അങ്ങ് തന്നെ മനസ്സിലാക്കുന്നത് പോലെ, ജോയി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെയും ഇനി പരീക്ഷാ ദിനങ്ങളാണ്. സർക്കാരിനാണ് ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം പരീക്ഷയാണല്ലോ. സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക എന്നതിപ്പോൾ അവരെക്കാൾ ഭാരിച്ച ഉത്തരവാദിത്തമായി സർക്കാരിന് വരികയാണ്. ആ തക്കം നോക്കി സർക്കാരിനെ മയപ്പെടുത്തുവാൻ കർക്കശമായ നടപടികളിലേക്ക് സർക്കാർ മുതിരാതിരിക്കാനുള്ള നീക്കങ്ങൾ അവരും തുടങ്ങി. അതാണ് ഈ 3 പേർക്കെതിരെയുള്ള സസ്പെൻഷൻ നീക്കം. ഈ പറഞ്ഞ നെഹ്റു കോളേജിൽ ദുരൂഹതയുണ്ടെന്നും എത്തിക്സ് കമ്മിറ്റി അന്വേഷിക്കുമെന്നുമുള്ള അങ്ങേയറ്റം സാങ്കേതികമായ ന്യായവാദം. ജയിക്ക്. ശ്രീ വേണു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സർക്കാർ ഇനിയിപ്പോൾ നാളത്തെ നിങ്ങൾ പറയുന്ന ചർച്ചയിൽ സ്വാശ്രയ കോളേജുകളുടെ മുതലാളിമാർ ചേർന്ന് വളരെ തന്ത്രപരമായ തീരുമാനമെടുത്ത് നെഹ്റു കോളേജിനെ അകറ്റി നിർത്തുകയും എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളാൽ ഗ്രസ്തമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ബാക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ മുതലാളിമാരെ കൂട്ടി നിർത്തുകയും ഒക്കെ ചെയ്തിട്ട് തന്ത്രപൂർവ്വം നെഹ്റു കോളേജിലെ ആളുകളെ നടപടിയെടുത്തുകൊണ്ട് ഒരു പ്രോ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഒരു ധാരണ ഉണ്ടാകുമോ എന്നൊക്കെയായിരിക്കും സ്വാഭാവികമായി ഉരുത്തിരിയാൻ പോകുന്ന സംശയം. ഞാൻ സർക്കാരിൻ്റെ ആളായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. പക്ഷേ ഒരു സംശയവും വേണ്ട ശ്രീ വേണു, നാളെ സർക്കാരും മാനേജ്മെൻറ്റും തമ്മിലുള്ള ചർച്ചയിൽ എത്ര തീരുമാനമെടുത്താലും, എന്ത് മാനേജ്മെൻറ്റ് അനുകൂല തീരുമാനം അപ്രതീക്ഷിതമായി, ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല, എത്ര മാനേജ്മെൻറ്റ് അനുകൂല തീരുമാനം ഇനി ഉണ്ടായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു സമരസപ്പെടലിനും കേരളത്തിലെ SFI തയ്യാറല്ല. ഈ പറയുന്ന മുഴുവൻ സ്വാശ്രയ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലും സമാനതകളില്ലാത്ത നരാധമത്വം നടപ്പാക്കപ്പെടുന്ന ഇടിമുറികളുള്ള CCTV ദൃശ്യങ്ങളുള്ള പെൺകുട്ടികളെ അകാരണമായി പീഡിപ്പിക്കുന്ന മുഴുവൻ കലാലയങ്ങളിലും ഒരു കോംപ്രമൈസും തയ്യാറാവാതെ, ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവാതെ ഈ ചർച്ചയിൽ ഏറ്റവും ശക്തമായ ആദ്യം ജയിക്ക് ഉന്നയിച്ചത് മന്ത്രിസഭായോഗ തീരുമാനമാണ്. ഈ നെഹ്റു കോളേജ് സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈക്കൊണ്ടത്. ഒന്ന്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏകോപനത്തിൽ ഒരു പുതിയ സമിതി, അതുപോലെ തന്നെ ഈ പറയുന്ന AICTEയുടെ മാർഗനിർദ്ദേശപ്രകാരം 2012 തന്നെ സ്ഥാപിതമാകേണ്ടിയിരുന്ന ഓംബുഡ്സ്മാനെ ചുമതലപ്പെടുത്താനുള്ള തീരുമാനം. ഇത് രണ്ടുമാണ് മഹാകാര്യമായി സർക്കാർ എഴുന്നള്ളിക്കുന്നത്. സാർ, എൻ്റെ ലളിതമായൊരു സംശയം, ഈ ഏകോപന ചുമതലയോടൊരു ഉന്നതാധികാര സമിതി വന്നാൽ മാത്രം കണ്ടെത്താൻ കഴിയുന്ന രഹസ്യങ്ങളാണോ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടമാടുന്നത്? നിലവിലുള്ള സംവിധാനത്തിൽ പരിശോധനയ്ക്ക് അധികാരമുള്ള വിഭാഗങ്ങളില്ലേ? ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ പറയുന്ന പുതിയ ഉന്നതാധികാര സമിതി? ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം AICTEയുടെ ഒക്കെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഓംബുഡ്സ്മാൻ വരുന്നു, വിദ്യാഭ്യാസ മന്ത്രി കൂടി മേൽനോട്ടത്തിൽ ഒരു സമിതി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു തൽക്കാലം ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. അത്രയും ഞാൻ അതിനെ കണക്കാക്കുന്നു. പ്രൊഫസർ സഞ്ജീവ്, സത്യസന്ധമായി പറയണം, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഈ രൂപീകരിക്കപ്പെടാതിരിക്കുന്ന ഈ ഉന്നതാധികാര സമിതിയും ചുമതലയേൽക്കാതിരിക്കുന്ന ഈ ഓംബുഡ്സ്മാനും വരുന്നിടത്തോളം മാത്രമേ ഇത് പരിശോധിക്കാനും പരിഹരിക്കാനും കഴിയൂ എന്ന നിലയുണ്ടോ കേരളത്തിൽ? ഇല്ല. നിലവിൽ തന്നെ കേരളത്തിലെ സാങ്കേതിക സർവകലാശാല ഈ വർഷം ഈ പുതിയ യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷമുള്ള കാര്യം പറയാം. ഇതിനോടകം തന്നെ ഒരു ദിവസം ഏതോ 10,000 രൂപയോ മറ്റോ ശമ്പളം കൊടുത്തിട്ട് വളരെ സീനിയറായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രൊഫസർമാരെ ഓഡിറ്റർമാരായി വിട്ട് ഈ കോളേജുകളെല്ലാം ഓഡിറ്റ് നടത്തി ഇവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റും കൊടുത്തതിന് ശേഷമാണ് ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ വേണ്ടി വിട്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നിലവിലുള്ള സർവകലാശാല നിയമത്തിൽ തന്നെ വ്യവസ്ഥകളുണ്ട്, അതിനകത്ത് വെള്ളം ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ സർവകലാശാലയ്ക്ക് കേരളത്തിൽ ഈ AICTE UGC എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആളെ പറ്റിക്കാനുള്ള ചില ഏർപ്പാടുകൾ മാത്രമാണത്. ഇത് നമ്മളിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇതിന് വല്ലാത്തൊരു പവിത്രതയും ഒരു സാങ്ക്ടിറ്റിയും ഒക്കെ നമ്മളങ്ങ് സങ്കല്പിച്ചു കൊടുക്കുകയാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിന്റെ ചെയർമാൻ പ്രൊഫസർ സഞ്ജീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ അല്ലെങ്കിൽ ഇതിന്റെ പരിശോധനാ പരിധിയിൽ വരുന്ന മെറിറ്റ് അട്ടിമറിക്കൽ, കോഴ ആവശ്യപ്പെടൽ, വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണം, അനധികൃത ഫീസ് വർധന, പരീക്ഷയും ഫലവും വൈകിപ്പിക്കൽ, മൂല്യനിർണ്ണയത്തിലെ അപാകത,
പഠന നിലവാരത്തിലെ പ്രശ്നങ്ങൾ, സംവരണം, ഇതൊക്കെ ഇനി ഈ സി രവീന്ദ്രനാഥ് തലപുകച്ചുണ്ടാക്കുന്ന ഉന്നതാധികാര സമിതിയും ഈ ഓംബുഡ്സ്മാനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന കാര്യങ്ങളാണോ? അങ്ങനെയല്ല എന്നാണ് അങ്ങയുടെ മറുപടിയിൽ നിന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ നാട്യം മാത്രമല്ലേ, അല്ലല്ല, ഒരു കാര്യം ചെയ്തു എന്ന നാട്യം മാത്രമല്ലേ സർക്കാരിന്റെ ഇന്നലത്തെ പ്രഖ്യാപനം? പല്ലും നഖവും ഉള്ള ഒരു സർവകലാശാല നിയമം മാത്രം മതി ഇവിടുത്തെ ഈ കോളേജുകളെ നിയന്ത്രിക്കാൻ. അതിന് വേറൊരു ഓംബുഡ്സ്മാന്റെയും ആവശ്യമില്ല. കേരളത്തിൽ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ നിയമമൊക്കെ കൊണ്ടുവന്നതാണ്, കോടതിയിൽ നിന്നില്ല. അതിന് മറ്റു പല ഘടകങ്ങളും ഉണ്ടല്ലോ, ആ വിഷയത്തിലേക്ക് ശ്രീ ശിവൻ മഠത്തിൽ സർവകലാശാല ഞാൻ പറയുന്നത് കോളേജുകളെ നിയന്ത്രിക്കാനുള്ള സർവകലാശാല നിയമത്തെ സംബന്ധിച്ചാണ്. കോളേജുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് സർവകലാശാലയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. കേരളത്തിലെന്നല്ല, എവിടെയും എയ്ഡഡ് സ്ഥാപനങ്ങളായിക്കോട്ടെ. പറഞ്ഞോളൂ കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ. എയ്ഡഡ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഹലോ പറഞ്ഞോളൂ സർ, കേൾക്കാം. എയ്ഡഡ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ, സ്വാശ്രയ സ്ഥാപനങ്ങളായിക്കോട്ടെ, സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, ഈ സ്ഥാപനങ്ങളെ, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് അവസാന വാക്ക് സർവകലാശാല ആയിരിക്കണം. ആ സർവകലാശാലയ്ക്ക് ഈ കോളേജുകളിൽ ഇടപെടാനുള്ള വ്യവസ്ഥകളുള്ള സർവകലാശാല നിയമവും സർവകലാശാല സ്റ്റാറ്റ്യൂട്ടും അനുബന്ധ സമിതികളും ഉണ്ടാവണം. മന്ത്രിസഭയോ മന്ത്രിയോ അല്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ സർവകലാശാലയോ ഒന്നും നിയന്ത്രിക്കാനായിട്ട് വരേണ്ടത്. അക്കാഡമിക് ഓട്ടോണമി എന്നുള്ള കൺസെപ്റ്റിന്റെ നേരെ വിപരീതമായിട്ടുള്ള സഞ്ചാരമാണത്. ശരി, പ്രൊഫസർ സഞ്ജീവ്, ഇപ്പോൾ രണ്ട് തരത്തിലാണ് ഇവർക്ക് ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. ഒന്ന്, ഈ പറയുന്ന AICTE-യുടെ കോളേജുകളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. മറ്റൊന്ന് ഈ സാങ്കേതിക സർവകലാശാലയുടെ നടപടികളാണല്ലോ അഫിലിയേഷൻ നൽകുന്നതിലടക്കം തീരുമാനമെടുക്കുന്നതിൽ നിർണായകമാകുന്നത്. ഈ സ്ഥാപനങ്ങൾക്കെല്ലാം, ഈ 150 സ്ഥാപനങ്ങൾക്കും ഈ അഫിലിയേഷൻ പുതുക്കി നൽകുകയൊക്കെ ചെയ്യുന്നത് ഈ സാങ്കേതിക സർവകലാശാലയാണല്ലോ. പരാതികൾ ഉള്ളപ്പോൾ മാത്രമാണല്ലോ അവിടെ പോയി എന്തെങ്കിലും ഒരു പരിശോധന പേരിന് നടത്തി അപ്പോഴും ഈ അഫിലിയേഷൻ പുതുക്കി നൽകുന്നത്. അപ്പോൾ മാനേജ്മെന്റ് പക്ഷത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഇല്ലേ ഇവിടെ? പല്ലും നഖവും എത്രമാത്രം ഉണ്ടായിരുന്നു, എത്ര കൂട്ടാമെന്ന ആലോചന അവിടെ നിൽക്കട്ടെ. ഉള്ള പല്ലും ഉള്ള നഖവും വെച്ച് ഇവർ ഇപ്പോൾ ആർക്കനുകൂലമായ നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങേക്ക് പറയാം? ഇവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, സർവകലാശാല അടക്കം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഈ സ്ഥാപനങ്ങൾക്ക് അനുകൂലമായി മാത്രമാണ്. കേൾക്കുന്നുണ്ടല്ലോ ജയ്ക്ക്? ഞാൻ ജയ്ക്കിലേക്കും ജോയിലേക്കും തിരികെ എത്താം ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം.